ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഔദക്കുട്ടി. അങ്ങനെ ഔദക്കുട്ടി പറയുന്നുണ്ട്, നീ ഇവക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് അവൾക്ക് ദോഷമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? നീ ഈ പെരയ്ക്കകത്ത് കയറ്റി അവളെ താമസിപ്പിച്ചിരിക്കുന്നതും അതുപോലെ നിന്റെ മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നതും എല്ലാം നിനക്കറിയാം. പക്ഷെ പുറത്തുള്ളവരെ അവളെ എങ്ങനെ വിലയിരുത്തും? അവളെ നിന്റെ മകളായിട്ട് തന്നെ കാണുമോ? ഇത്ര പെട്ടെന്നൊരു മകൾ പൊട്ടിപ്പുറപ്പെട്ടത് എങ്ങനെ എന്നവർ ചിന്തിക്കത്തില്ലേ? മാത്രമല്ല, ഇത് ഒരു മറയാണ്. നീ അവളെ കൊണ്ടുവന്ന് മകളുടെ സ്ഥാനത്ത് വെറുതെ നിർത്തിയേക്കുന്നതാന്നൊക്കെ ആൾക്കാരുണ്ടാക്കി പല നുണക്കഥകളും കേട്ടാൽ അടയ്ക്കുന്ന വൃത്തികേടുകളും ഒക്കെ പറയത്തുള്ളൂ സ്റ്റാൻലി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാൻലി പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കും അവക്കും അച്ഛനും ഒക്കെ അറിയാലോ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന്, അവൾ എൻ്റെ ആരാണ് എന്ന്. എനിക്കത് മാത്രം മതി. ഞാൻ ആരെയും ബോധിപ്പിച്ചിട്ടല്ലല്ലോ ഇത്രയും നാൾ ജീവിച്ചത്. അപ്പച്ച, ഞാൻ ആരെയും ബോധിപ്പിച്ചിട്ടല്ല ജീവിച്ചത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ മകളുണ്ടല്ലോ 23 വർഷം മുമ്പ് എൻ്റെ മകള് അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ഇനിയെങ്കിലും അവക്ക് നീതി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ദേ ജന്മം നൽകിയ അപ്പനാന്നും പറഞ്ഞ് ജീവനോടെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ നിന്ന് മേളിൽ ചെല്ലുമ്പോൾ ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കും. അതിനൊക്കെ ഞാൻ എന്തുത്തരം പറയും? അപ്പച്ചൻ പറയുന്നതിൽ ഒരു 80% ശരിയാണെങ്കിലും ബാക്കി 30% തെറ്റ്. ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ 80% ശരി വല്യപ്പച്ചൻ നല്ല അപ്പച്ചൻ കൊണ്ട് നടന്നോ? എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അല്ല, ഇപ്പം അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വന്നത് അലീനയെ കാണാനല്ലേ? അലീനയെ കാണണ്ടേ? ഓ, അവളെ കണ്ടിട്ട് ഇനി എന്നാ ഉണ്ടാക്കാനാടാ? ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി വന്നതാ. ഇനി അവളെ കണ്ടിട്ട് ഞാൻ എന്നാ ഉണ്ടാക്കാനാ? നീ ഇങ്ങോട്ട് നിൽക്കുമല്ലേ? അവളെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എടാ, നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായ മക്കളോടില്ലാത്ത സ്നേഹം എന്തിനാടാ ഇവളുടെ അടുത്ത് ഉണ്ടാകുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ? ആദ്യം സ്വന്തം ഭാര്യയ്ക്കുണ്ടായ മക്കളെ പോയി കാണുകയും കൂട്ടിക്കൊണ്ട് വന്ന് നിർത്തുകയൊക്കെ ചെയ്യാൻ പറയുമ്പം അതെൻ്റെ മക്കൾ തന്നെയാണ്. അവർ ജീവിക്കുന്നതും അവർ പഠിക്കുന്നതും അവർ ചെയ്യുന്നതെല്ലാം സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് അല്ലേ? അവർ ജനിച്ചത് പട്ടുമെത്തയിലാണ്. അവരിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നതും സുഖ സൗകര്യങ്ങളുടെ നടുവിലാണ്. പിന്നെ ഞാൻ എന്തിന് അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം? അവർക്ക് അവരുടെ അമ്മയാണ് വലുത് എങ്കിൽ, അവരുടെ അമ്മ നോക്കാനുണ്ടെങ്കിൽ നോക്കട്ടെ. പിന്നെ ഈ സ്റ്റാൻലി അപ്പനാന്നും പറഞ്ഞ് ഇരിപ്പുണ്ട്. അത് വെറുതെ അല്ല. എനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെ മക്കൾക്കുള്ളത് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടവരെ വിളിച്ച് കയറ്റി കൊടുക്കുന്നതല്ല ഇത് എൻ്റെ മകളാണ്. എൻ്റെ ആ 3 മക്കൾക്കൊപ്പം നിർത്തേണ്ടവളാണ്. ഇവളെ ഞാൻ നിർത്താതെ പിന്നെ ആരെയാ അപ്പച്ചൻ ഞാൻ നിർത്തേണ്ടത്? എൻ്റെ 3 മക്കൾ സുഖസൗകര്യത്തോടു കൂടി ജീവിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഇവൾക്കും അവകാശമില്ലേ? ഇവക്കും എൻ്റെ സുഖസൗകര്യങ്ങൾ കിട്ടുവാനുള്ള അവകാശമില്ലേ? ആ അവകാശമല്ലേ ഇത്രയും നാൾ നിഷേധിച്ചത്? അത് ആരൊക്കെ ചേർന്നിട്ടാണെങ്കിലും അതിലൊരു പാർട്ട് ഞാനും ആയിട്ടുണ്ട്. ആ മഹാഭാവം ചുമക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മകളെ സ്നേഹിക്കേണ്ട സമയമാണ്. ഇനി ഞാൻ സ്നേഹിച്ചില്ല എങ്കിൽ ചിലപ്പം ദൈവം എന്നോട് പൊറുക്കത്തില്ല. അവളെ ഈ കൈകളിൽ കൊണ്ട് തന്നിരിക്കുന്നതേ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാ. അവൾക്ക് ഇത്രയും നാൾ കിട്ടാത്ത സ്നേഹം അത് ഞാൻ കൊടുക്കണം. അതിനുവേണ്ടിയാ ദൈവം അവളെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തന്നിരിക്കുന്നത്. ഇനി അങ്ങ് ദേവലോകത്തിൽ നിന്ന് ദേവതമാരിറങ്ങി വന്നാലും എൻ്റെ മകൾക്കൊപ്പമാകില്ല. എൻ്റെ മകളെ ഞാൻ പറഞ്ഞയക്കില്ല. അപ്പച്ച, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് തന്നെയാണ് നമ്മുടെ സ്റ്റാൻലി പറയുന്നത്. ഏതായാലും ഈ സമയത്ത് അലീനയെ വിളിക്കാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലി. അലീന, അലീന ഇങ്ങ് എടി അലീന എന്നല്ല, അലീന ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ വിളിച്ചു. അപ്പം അലീന പതുക്കെ വരിക. അലീനയ്ക്ക് മനസ്സിലൊരു പേടി വിഭ്രാന്തിയൊക്കെയാണ്. ഔദക്കുട്ടി വന്നാൽ എന്തായി തീരും? ഏകദേശം ഒരു സങ്കല്പം ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം വല്യപ്പച്ചൻ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമോ നമ്മുടെ അലീനയ്ക്ക്? ഏതായാലും അലീന പതിയെ എന്താ പറയുക, ഒരു ഭൂമിക്ക് പോലും ഒരു ചലനം ഏൽക്കാതെ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്ന് വാതിലിൻ്റെ അവിടെ അങ്ങ് നിന്നു. അയ്യോ, നമ്മുടെ ഔദക്കുട്ടി അവിടെ എണീറ്റ് നിൽക്കുകയായിരുന്നു കേട്ടോ പോകാനായിട്ട്. എന്നാൽ പിന്നെ പോകുന്നതിന് മുമ്പ് അലീന ഏതായാലും വന്നതല്ലേ, അലീനയെ കണ്ടിട്ട് പോകാനാ സ്റ്റാൻലി പറഞ്ഞത്. അപ്പോൾ ഔദക്കുട്ടി പറഞ്ഞായിരുന്നു, ഇനി നിൻ്റെ ഒരു ഗുണവാധികാരം എനിക്ക് കേൾക്കണ്ട. നീ ഇനി എന്തെങ്കിലും അങ്ങോട്ട് കാണിക്കുക. എൻ്റെ അടുത്തേക്ക് അങ്ങാണ് ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലാലിച്ച, ഞാൻ നല്ലത് ഞാൻ പറഞ്ഞു വിടും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അമ്പിലും വില്ലിലും അടുക്കുന്നില്ലല്ലോ സ്റ്റാൻലി.
അപ്പം പോകാം, ഞാൻ പോകുക ലാലിഷ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്റ്റാൻലി വിളിച്ച് അലീനയെ വരുത്തിയതും. അങ്ങനെ അലീന ഇങ്ങനെ വന്ന് നിന്നപ്പോഴേ നമ്മുടെ ഔതക്കുട്ടിയുടെ കണ്ണങ്ങോട്ട് മറ്റേ വെളിയിലേക്കൊക്കെ ചാടി കേട്ടോ. ചാടി ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുക. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, അല്ല വല്യപ്പച്ചൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതെ, എൻ്റെ പേര് അലീന എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ വല്യപ്പച്ചന് യാതൊരു അനക്കവും ഇല്ല. ഔതക്കുട്ടി ഇങ്ങനെ സ്റ്റക്കടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മുടെ ലാലിച്ചൻ, അതെ അവൾ വന്നിരിക്കുന്നതേ അപ്പച്ചനെ കാണാൻ വേണ്ടിയാ, അപ്പച്ചനല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിന്നമ്മ എന്ന് മാത്രം ഒരു ശബ്ദവും പേരും മാത്രം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഔതക്കുട്ടി ഇങ്ങനെ മിളുങ്ങസ്യാന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ചിന്നമ്മേനെ ഓർമ്മ വന്നല്ലേ അപ്പച്ചന്? എനിക്ക് അലീനയെ കണ്ട ഉടനെ ഓർമ്മ വന്നത് എൻ്റെ അമ്മച്ചിനെ തന്നെയാ. കണ്ടില്ലേ, അതുപോലെ വരച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പച്ചാന്ന് പറഞ്ഞപ്പം, അതെ ഇത് ചിന്നമ്മയുടെ തനി പകർപ്പാണല്ലോ ലാലിച്ച, ഇവളെൻ്റെ ചിന്നമ്മ തന്നെയാ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ചിന്നമ്മ വല്യപ്പച്ചൻ്റെ ഭാര്യ അല്ലേ, അപ്പം എൻ്റെ വല്യമ്മച്ചിയായിട്ട് വരും. അതെ, ഈ അലീന ഇഷ്ടപ്പെട്ടോ വല്യപ്പച്ചൻ്റെ കൊച്ചുമോളാ ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, നിന്നെ ഇവിടെ നിന്ന് പുറംകാലിന് ചവിട്ടി തെറിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇവിടെ എൻ്റെ അപ്പച്ചൻ രൂപം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ വല്യപ്പച്ചന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി വന്നാണോ? വല്യപ്പച്ചൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണോ ഈ കൊച്ചുമോളെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഏയ് ആര് പറഞ്ഞു നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാ ഞാൻ വന്നതെന്ന്? അല്ല ലാലിച്ച, നിന്നോട് ഞാൻ പറഞ്ഞോ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നു? ഇവളെ ഇനി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നില്ല. ഇവളെ എൻ്റെ ചിന്നമ്മയാ. എനിക്കിവളെ എങ്ങനെ പറഞ്ഞയക്കാൻ പറ്റുന്ന ലാലിച്ച നീ പറയുന്നത്? ദേ മോളെ, നീ ഇങ്ങ് വന്നേ മോളെ. ദേ ഇത്ര വർഷമായി എൻ്റെ ചിന്നമ്മ മരിച്ചുപോയി എൻ്റെ ചിന്നമ്മ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്കെൻ്റെ ചിന്നമ്മ തന്നെയാ നിന്നെ കൊണ്ട് തന്നത്. നീ ചിന്നമ്മയാടി, എൻ്റെ ചിന്നമ്മ എന്നും പറഞ്ഞ അലീനയോട് അങ്ങോട്ട് സ്നേഹം. അതാണ് പറയുന്നത്, മല പോലെ വന്നത് എലി പോലെ പോയി. നമ്മുടെ അലീനയുടെ രണ്ട് സംസാരവും കൂടെ കേട്ടപ്പോഴത്തേക്കും ഇത് ചിന്നമ്മ തന്നെ എന്ന് നമ്മുടെ ഔതക്കുട്ടി അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. സ്റ്റാൻലിക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു ചിരി പുറത്ത് കാണിക്കുന്നുമില്ല, ഒരു ഗൗരവം പിടിച്ചൊരു ചിരി. അങ്ങനെ വല്യപ്പച്ചനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഔതക്കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ല പുറത്ത് കളയാൻ വേണ്ടി വന്നതല്ലേ? തൂക്കിയെടുത്ത് പൂച്ചക്കുഞ്ഞിനെ കളയുന്നത് പോലെ പുറത്താക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് ഇപ്പം എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ദേ ശവത്തി കുത്താതടാ, ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തു. ഇതിപ്പം എൻ്റെ ചിന്നമ്മേനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത്? എനിക്കങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇവളെ ചിന്നമ്മയല്ലേ മോളെ. ദേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. അതിന് വല്യപ്പച്ചൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്ത് ക്ഷമിക്കാനാ? പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് തന്നെ എനിക്കറിയായിരുന്നു വല്യപ്പച്ചനും അതുപോലെ എൻ്റെ പപ്പായും ഒക്കെ എന്നെ കണ്ട ഉടനെ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നൊന്നും എനിക്കില്ലായിരുന്നു. എനിക്കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒരു സംശയം കാണും, ഞാൻ ഈ സ്റ്റാൻലി പപ്പയുടെ മോള് തന്നെയാണോ, അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും തട്ടിയെടുക്കാൻ വന്നതാണോ എന്നൊക്കെ എല്ലാവർക്കും സംശയം തോന്നും. ഇപ്പോൾ വല്യപ്പച്ചന് തോന്നിയായിരുന്നല്ലോ, വല്യപ്പച്ചൻ എന്നെ കണ്ടപ്പം മനസ്സിലായി. അതുപോലെ തന്നെ ദേ ഇനി പലരും, ഇവിടുത്തെ ബന്ധുമിത്രാദികൾ പലരും പല ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുമ്പിൽ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുമൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടും ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ അനാഥത്വം അത് ഞാൻ കുറേ അനുഭവിച്ചതാ വല്യപ്പച്ച. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് ജന്മം നൽകിയവരുടെ കൂടെ എൻ്റെ ഈശോ ജീവിക്കാൻ ഒരു അവസരം തരുമ്പം ഞാൻ ജീവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ജീവിക്കാൻ? എനിക്കും വേണം എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്കും അറിയണ്ടേ. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്ന്. ഇത് കേട്ടതും, മോളെ വേണ്ട മോളെ, നീയൊന്നും പറയണ്ട, എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാ മോളെ, ഈ കിളവനോട് അങ്ങ് ക്ഷമിക്ക് മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ വല്യപ്പച്ച അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനേനെയും കൈ പിടിച്ചുകൊണ്ട് വല്യപ്പച്ചൻ അങ്ങ് പോയി. പിന്നെ വല്യപ്പച്ചനായി കൊച്ചുമോളായി അവരുടെ പാടായി. സ്റ്റാൻലി അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. സ്റ്റാൻലി ഓർത്ത് ഇപ്പം നമ്മുടെ അലീനയെ ഇറക്കി വിടും, അല്ലെങ്കിൽ മേലാലിനി ഔതക്കുട്ടി കൊളുത്തുപുഴയ്ക്ക് വരത്തുമില്ല അലീന ഉള്ളിടത്തോളം കാലം ഓർത്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്കുമാണ് ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ഏതായാലും ഈ പുറത്ത് അടുത്ത ചർച്ചാ വിഷയം നടക്കുകയാണ്. നമ്മുടെ ആൻ്റപ്പനും അതുപോലെ തന്നെ പൗലോസും ബൈജുവും കൂടി ചേർന്നിട്ട് ഇപ്പം അലീന പുറത്തു പോകും. ഇന്ന് അവളുടെ കാര്യം അതോ ഗതിന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അത്രയ്ക്കും ദേഷ്യത്തോടു കൂടി ആൻ്റപ്പ അകത്തേക്ക് കുട്ടിച്ചായം കയറി പോയിരിക്കുന്നത്. ഇന്ന് അവളെ കൊല്ലും, ഇന്ന് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടും, നമുക്കത് കണ്ട് ആസ്വദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, എന്തിൻ്റെ ഏനക്കേടായിരുന്നു നിനക്കൊക്കെ? ആ കൊച്ചിവിടെ വന്ന് ജീവിച്ചെന്ന് ഓർത്തുകൊണ്ട് നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും
നമ്മുടെ ബൈജു പറയുന്നുണ്ട് ആൻ്റപ്പൻ അറിയത്തില്ല, ആൻ്റപ്പൻ പല പണികളും ചെയ്ത് ഇതിലെ നടന്നാൽ മാത്രം മതി, നോക്കി കണ്ട് നടന്നാൽ മാത്രം മതി. ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നേ ആൻ്റപ്പൻ മനസ്സിലാകണമെങ്കിൽ ഞങ്ങളെപ്പോലെ ജീവിക്കണം. ഇതിപ്പം ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന മട്ടാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അതിന് കള്ളമൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, ഉള്ളതെല്ലാം പറഞ്ഞു കൊടുത്തത് നേരായ കാര്യങ്ങളല്ലേ. ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വെച്ച് ഉറപ്പിച്ച് താമസിപ്പിക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ ആൻ്റപ്പൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളുടെ കള്ളത്തരം കൈയോടെ പിടിച്ചിട്ടല്ലേ ഇപ്പം എല്ലാം കൂടെ ഇങ്ങനെ പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ ആ പെണ്ണിന് ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തില്ലായിരുന്നല്ലോ. കള്ളത്തരം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ നോക്കുമ്പോഴത്തേക്കും രണ്ടുപേര് കൈ പിടിച്ച് നടന്നുകൊണ്ട് പോകുന്നു. ആര്? നമ്മുടെ ഔദക്കുട്ടി അലീനെ. രണ്ടുപേരും കൈ പിടിച്ച് തോളെ കെട്ടിപ്പിടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരവും ഒക്കെ. ഇത് കണ്ടതും ആൻ്റപ്പൻ ഉടനെ തന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കും, അതുറപ്പായ കാര്യം തന്നെയാണ്. അവൾ പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് വേറെ ചിലർ പുറത്താകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ ആൻ്റപ്പൻ ചേട്ടായി പറയുന്നത്? നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഔദക്കുട്ടി അലീനയും കൂടെ നന്നായിട്ട് സംസാരിച്ച് കൂടെ നമ്മുടെ സ്റ്റാൻലിയും പുറകെ ഉണ്ട്. ഭയങ്കര സംസാരം. ഇത് കണ്ട ഉടനെ തന്നെ ബൈജു അയ്യോ ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പുകച്ച് വെളിയിൽ ചാടിക്കാൻ വന്നതിനെ എടുത്ത് അകത്ത് പിടിച്ചിട്ടല്ലോ. ഇവളാര് നിസ്സാരക്കാരി അല്ല പൗലോസേ. ഇവള് തനി ഫ്രോഡാ ഇവള്. അതുകൊണ്ടാണ് ഇവളിതേ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായി ഇപ്പം? എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി, കോഴിക്കോടൻ ഹലുവ, എന്നിട്ട് ഇപ്പം എന്താ പറ്റിയത്? മല പോലെ വന്നത് എലി പോലെ ദേ പോകുന്നു. ആ കിളവനും ഇപ്പം ആ പെണ്ണിൻ്റെ കൂടെ ചേർന്നു. ഇവൾ എന്ത് കൈവശമാണോ എന്തോ ഈ കിളവനും ഈ കേണൽ അദ്ദേഹത്തിനും ഒക്കെ കൊടുത്തതെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിപ്പുണ്ട്. ഇനി ഏതായാലും ഇവിടെ നിന്ന് അവൾ പോകത്തില്ല, അവളെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല എന്ന് ആൻ്റപ്പനും പൗലോസിനും അതുപോലെ തന്നെ നമ്മുടെ ബൈജുവിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയും അതുപോലെ ഔദക്കുട്ടിയും അലീനയും കൂടെ ചെറുതായിട്ട് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അലീനെ നീ ഒരുങ്ങ്, നമുക്ക് എസ്റ്റേറ്റ് ഒന്ന് കാണാൻ പോകാം, നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുപോയി നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഔദക്കുട്ടി പറഞ്ഞു അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്താ എസ്റ്റേറ്റ് കാണിക്കാൻ കൊണ്ടുപോണ്ടേ ഇവളെ? അപ്പച്ചൻ ഇപ്പോഴും നാണക്കേട് മാറിയിട്ടില്ലേന്ന് ചോദിച്ചപ്പം അതല്ല, ഞാനില്ലാതെ ചിന്നമ്മേനെയും കൂട്ടി നീ തന്നെ അങ്ങോട്ട് പോകണ്ട. അത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു വല്യപ്പച്ചൻ. അങ്ങനെ നമ്മുടെ ഔദക്കുട്ടി ഒരുങ്ങി. അലീനയാണെങ്കിൽ അലീനെ ഒത്തിരി നല്ല നല്ല ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. തൻ്റെ മകളാണെന്ന് പറഞ്ഞ് തന്നെ ആയിരിക്കും എല്ലാവരെയും നമ്മുടെ സ്റ്റാൻലി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം തൻ്റെ മകളാണെന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടേ? അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ അലീനയ്ക്കും അലീനയ്ക്കും നമ്മുടെ സ്റ്റാൻലിയോട് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം തന്നെ സ്റ്റാൻലി കൊച്ചാകരുത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അലീന തന്നെ എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് അതിൽ നിന്നും ബാലചന്ദ്രനൊക്കെ മേടിച്ചു കൊടുത്ത ഡ്രസ്സിൽ നിന്നും ഒരു അടിപൊളി ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. അയ്യോ സൂപ്പറാണ് കേട്ടോ, അടിപൊളി. നല്ലൊരു ലൈറ്റ് പച്ച കളറൊക്കെ ആയിട്ട്, ലൈറ്റ് ഗ്രീൻ കളറൊക്കെ ആയിട്ട് ഒരു അടിപൊളി കളറ് ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ അലീനയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് നോക്കും. അപ്പോഴത്തേക്കും ആൻ്റപ്പനും പൗലോസും ബൈജു ഒക്കെ അലീനയെ കണ്ടതും അന്തം വിട്ട് നിൽക്കുവേ. ഇത് മറ്റേ പെണ്ണാണോ? ഇവള് ഇപ്പം ഇങ്ങനെയായോ? അപ്പം അവള് തൂക്കാൻ തുടങ്ങി, ഇനി അവള് പുരപ്പുറം കയറി തൂക്കും എന്നൊക്കെ ബൈജു ഇങ്ങനെ നിന്ന് പറയുമ്പോഴത്തേക്കും ആൻ്റപ്പൻ ഒന്ന് പോടാവേ, ചുമ്മാ വെറുതെ വിറപ്പാണി ഇല്ലേന്ന് പറഞ്ഞ് ആൻ്റപ്പൻ ഇച്ചിരി ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി എന്താ പറയുക, ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ആത്മാർത്ഥത, ജോലിയോട് ആത്മാർത്ഥത, ഇച്ചിരി കൊതി നുണയൊക്കെ പറയാത്തൊരു മനുഷ്യനാണ് ആൻ്റപ്പൻ. പക്ഷേ പൗലോസും ബൈജു എന്നും പറയുന്ന എക്സ്ട്രീം ലെവലാണ്. അങ്ങനെ ഇവർ കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയാണ് വണ്ടി ഓടിക്കുന്നത്. ഔദക്കുട്ടിയല്ല അലീന ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഔദക്കുട്ടി പുറകെ ഇരിക്കുന്നു. നീ കയറി ഇരുന്നാൽ മതിയിടി പെങ്കൊച്ചെ, നീ ഇവിടെ ഇരിക്കും ചിന്നമ്മേ, നീ ഈ ഫ്രണ്ടിൽ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔദക്കുട്ടി ഫ്രണ്ടിൽ പിടിച്ചിരുത്തിട്ട് ഔദക്കുട്ടി പുറകിൽ കയറുകയാണ്. പുറകിൽ കയറിയിട്ട് പിന്നെ അവരങ്ങോട്ട് പോകുന്നത് ഒരു ചെറിയൊരു പാട്ട് രൂപേണയൊക്കെ കേട്ടോ കാണിക്കുന്നത്. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് വേറൊരു ലോകം തന്നെ ഔദക്കുട്ടിക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അലീന. കൊച്ചുമക്കളുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്ന് ഔദക്കുട്ടിക്ക് മനസ്സിലാവണം. വയസ്സാങ്കാലത്ത് ഈ സ്നേഹമൊക്കെ അല്ലേ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. എല്ലാ ദിവസവും രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമോ വിശേഷവുമായിട്ട്
ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. വ്യൂബ്സൊക്കെ വളരെയധികം കുറവാണ്. യൂട്യൂബിൻ്റെ ആണോ ഇനിയിപ്പം പ്രേക്ഷകരായി നിങ്ങൾ കാണാഞ്ഞിട്ടാണോ, യൂട്യൂബ് ഇനിയിപ്പം നമ്മളെ ഇതിൽ കയറ്റി വിടാത്താണോ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് ദിവസങ്ങളേ ആയിട്ട് വളരെയധികം കുറവാണ് വ്യൂബ്സൊക്കെ. എല്ലാവർക്കും അതേ തോന്നുന്നു, നമുക്ക് മാത്രം റിവ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കുറവാണ്. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.